ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. അപ്പം എല്ലാവർക്കും നമ്മളുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ബെഡ് ഷോപ്പിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പഴയ ബെഡ് കൊണ്ട് കളയും നമ്മളുടെ റീസൈക്കിളിൽ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ബെഡ് പോയി എടുക്കാൻ പോകും അവരുടെ ഷോറൂമിൻ്റെ അവരുടെ ഗോഡൗണിൽ നിന്ന്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ വന്നിട്ട് പുതിയ ബെഡ് എങ്ങനെയാണ് കൂട്ടി മേക്ക് ചെയ്ത് നമ്മളൊരു പെർഫെക്റ്റ് ബെഡാക്കി മാറ്റുക, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ബെഡ് ഒടിച്ച് കളഞ്ഞു ഷാനെന്ന്. ഇതാ കണ്ടോ, ഒരു നടുക്കൊരു പലക ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ അടിയിൽ ഞാൻ 2 കട്ട വെച്ചിട്ടാണ് ഈ ബെഡ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ആ ഒരു പലകയിലാണ് നമ്മളുടെ ആ 2 തടികളുടെ ഈ ഷീറ്റുകൾ ഇങ്ങനെ അവർ വെച്ചേക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ബെഡ് വെക്കുന്നത്. ഇവിടുത്തെ ബെഡൊക്കെ നമുക്ക് പെട്ടെന്ന് പൊളിക്കാൻ പറ്റും. അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 2 തട്ട് കൊടുക്കുമ്പോഴത്തേന് ബെഡെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങി വരും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ബെഡും ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ഡോറിൻ്റെ അകത്തൂടെ നമ്മൾ കയറ്റുന്നത്. ജസ്റ്റ് ഇങ്ങനെ ബെഡായിട്ടല്ല വരുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് വരും. നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബെഡ്. അപ്പോൾ അത് ആ മോളുടെ തല ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്ന തുണിയാണ് കേട്ടോ. അതും നമ്മൾ എടുത്ത് കളഞ്ഞു. കാരണം അവൾ ഉറങ്ങുമ്പോൾ ഈ തടിയെ പോയി തല ഇടിച്ചിട്ട് പിന്നെ വേദനയായിട്ട് കരയും. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മളുടെ ബെഡ് നമ്മളുടെ ബെഡ് നശിച്ചു പോയ സ്റ്റോറി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഷാൻ പിള്ളേരുടെ കൂടെ കളിച്ചിട്ട് മേളിൽ നിന്ന് നിന്നിട്ട് ജമ്പ് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ ആ നടുക്കത്തെ പലക ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളൊരു 2 ദിവസം ഈ ബെഡിൽ കിടന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ കട്ട വെച്ച് പൊക്കിയപ്പോൾ നമുക്ക് ഒരു ഡിസ്കംഫോർട്ടൊന്നും തോന്നിയില്ല. അപ്പം നമ്മളിത് ആ പഴയ ബെഡെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മളുടെ വണ്ടിക്കകത്ത് എടുത്തിട്ടു. അപ്പം നമ്മളിനിയും എവിടേക്കാണ് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റായിട്ട് നമ്മൾ റീസൈക്കിളിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം അവിടെ ഡിസ്പോസ് ചെയ്യണം. ഇനി നമുക്ക് ഈ ബെഡിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ പതുക്കെ നമ്മൾ നമ്മളുടെ ഈ വലിയ വാനിൽ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പം പപ്പ ആദ്യം കയറിയിരുന്നു. അപ്പം പപ്പ കയറിയിരുന്ന് കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത്, ക്യാമറാമാൻ ആണല്ലോ നടുക്കിരുന്ന് ശരിക്കും വീഡിയോ എടുക്കേണ്ടത്. അപ്പം എന്നാൽ പപ്പ കയറിയിരുന്നിട്ട് ആലോചിച്ചിട്ട് പിന്നെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോൾ പറഞ്ഞു നോ. അപ്പം നമ്മളുടെ ക്യാമറാമാൻ വേണം അവിടെ ഇരുന്നിട്ടെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ ഷാൻ കയറുകയാണ് കേട്ടോ. കീയൊക്കെ ഇട്ടു, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ സെറ്റപ്പ്. നമുക്ക് സീറ്റൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിന് എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ശരിക്കും ഒരു ഇച്ചിരി പ്രോബ്ലം വരും കേട്ടോ. കാരണം ഇതെല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടിയാണല്ലോ. കോമൺ ആയിട്ട് ആരൊക്കെയോ എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തം വണ്ടി പോലെ കെയർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ക്ലച്ചൊക്കെ തേഞ്ഞ് തീരാറായ പോലെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. മ്യൂസിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മളുടെ നെയ്ബർഹുഡിൽ കൂടെ നമ്മൾ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ മഞ്ഞൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനും പപ്പയും ഷാനും കൂടെ ഇങ്ങനെ പോകുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിന് ഹെവി ലൈസൻസ് ഒന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള നോർമൽ ലൈസൻസ് വെച്ച് നമുക്കിത് ഓടിക്കാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ലൈസൻസ് അല്ല കേട്ടോ, നമ്മുടെ നോർമൽ മാനുവൽ ലൈസൻസ് ആയിരിക്കണം വേണ്ടത്. എനിക്ക് ഓട്ടോമാറ്റിക് ലൈസൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആദ്യമേ നമ്മൾ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉള്ളത് റീസൈക്കിളിലാണ് നമ്മൾ ആദ്യം പോവുക. അവിടെ പോയി നമ്മൾ ഈ വേസ്റ്റ് മുഴുവൻ ഇറക്കി വെക്കണമല്ലോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മളുടെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ടൗൺ കേട്ടോ. ഈ ടൗണിൻ്റെ പേരാണ് ഷോഫായ്. അപ്പം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മളൊരു കുന്നിൻ്റെ മേളിലാണ് താമസിക്കുന്നത്. താഴെയാണ് നമ്മളുടെ ഷോഫായും ഉള്ളത്. അപ്പം നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരികയാണ്. അപ്പം നമ്മളുടെ ബെഡൊക്കെ ഇങ്ങനെ വേസ്റ്റിലിടുകയാണ്. അവിടെ ഒരു അപ്പച്ചൻ നിപ്പുണ്ട്. പുള്ളിക്കാരൻ അവിടുത്തെ ജോലിക്കാരനാണ്. മീൻസ് അവിടെ നമ്മൾ ഏതൊക്കെ വേസ്റ്റ് എവിടെയൊക്കെ ഇടണം എന്ന് അവർ പറഞ്ഞു തരും, ഇങ്ങനെ തെറ്റായിട്ട് ഇടുവാണെങ്കിൽ. അപ്പം ഇത് ഇപ്പം ഒരു കണ്ടെയ്നർ തീർന്നു കഴിഞ്ഞാൽ അവരത് അടയ്ക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഇത്. അപ്പം നമ്മൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ പ്രായമായിട്ടുള്ള കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ജോലി കൊടുക്കും. അപ്പം ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. അവർക്ക് വേറെ ഹാർഡ് വർക്കായിട്ട് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ കുറേ അപ്പച്ചന്മാരുണ്ട് ഇവിടെ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അപ്പം അപ്പച്ചൻ പറയാണ്, ഇതിൻ്റെ അകത്താണ് നിങ്ങൾ അടുത്ത ഇടണ്ടേന്ന് പറയാണ്. അപ്പം ഇവർ ഗ്ലാസ് കൊണ്ടുവന്ന് നമ്മൾക്കൊരു അലമാരി ഉണ്ടായിരുന്നു, അതിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. അത് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ആ 2 ഗ്ലാസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു ഫസ്റ്റ് കണ്ടെയ്നർ ഫുള്ളായി കേട്ടോ. എന്നിട്ട് അപ്പച്ചനാണെങ്കിൽ ആ കണ്ടെയ്നർ അടച്ചു. ഇനിയിപ്പോൾ ഒരു ലോറി ഒരു ട്രക്ക് വന്നിട്ട്
അതിനെ ക്യാരി ചെയ്ത് അങ്ങ് കൊണ്ടുപോയിക്കോളും. ഇപ്പോഴല്ല, ഇത് അടച്ചു കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ നമ്മൾ അതും ഇട്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അങ്ങനെ അടുത്തത് പല പല പലകകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടിടുകയാണ്. അപ്പം നമുക്കിവിടെ ബാറ്ററീസ്, പഴയ TV, അങ്ങനെ എല്ലാ സാധനവും, പിന്നെ പഴയ തുണികൾ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ, കാർഡ്ബോർഡ്, നമ്മൾ ഉപയോഗിച്ച കാർഡ്ബോർഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പേപ്പർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ പഴയ TVകളൊക്കെ ഈ കിടക്കുന്ന കണ്ടില്ലേ, അങ്ങനത്തെയൊക്കെ പല സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ പഴയ കുപ്പികൾ, ഇവിടെ പലതരത്തിലുള്ള കുപ്പി ഉണ്ട്. അപ്പം അതിന് പല കളറുണ്ട്. അപ്പോൾ ആ കളറിലുള്ള കുപ്പി ഇടേണ്ട ബോക്സാണ് ദാണ്ട് ഈ കണ്ടത്, ഈ ബ്രൗണ്, വൈറ്റ്, ഗ്രീന് ഒക്കെ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല വെറുതെ വലിച്ചെറിയാൻ പറ്റില്ല, നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യണം. അതാണ് ഇവിടുത്തെ വലിയൊരു ടാസ്ക്. നമ്മൾ നന്നായിട്ട് റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജർമ്മൻകാർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മിററിൽ കാണുന്നത്, നമ്മളിപ്പം ബാക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ, ഇതൊരു വാൻ ആയതുകൊണ്ട് നമ്മളുടെ ഈ മിററിൽ കാണുന്നത് അവർ ക്യാമറയിൽ, ബാക്കിൽ ക്യാമറയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ബാക്ക് കാണണമെങ്കിൽ ഈ ക്യാമറയ്ക്കകത്ത് കാണുന്നത് ഈ മിററിൽ കാണുന്നത് ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ യാത്ര ഇങ്ങനെ റീസൈക്കിൾ ഹോഫിൽ നിന്ന് ഇറങ്ങിയിട്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളപ്പോൾ പെട്രോൾ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ പെട്രോൾ തീരുന്ന അനുസരിച്ച് നമ്മൾ സാധാരണ പെട്രോൾ തീരുവാണെങ്കിൽ നമ്മൾ അടിച്ചിടണം എന്നാണ് ഇതിൻ്റെ ഒരു റൂള്. പക്ഷേങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളായിരുന്നു ഇന്ന് ഫസ്റ്റ് കസ്റ്റമർ. അപ്പം ഓൾറെഡി പെട്രോൾ ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പെട്രോൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്, മഞ്ഞൊക്കെ പെയ്ത്, പക്ഷേ ഒരു സ്കൈ ഒക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പം നമ്മൾ നമ്മളുടെ ആ സ്റ്റോറേജ് റൂമിൽ അവരുടെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കുന്നിടത്ത് എത്തി. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അവിടുത്തെ പുള്ളിക്കാരനാണെങ്കിൽ ടീയോ കോഫിയോ എങ്ങാണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കോ. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ബെല്ലടിക്കാൻ പറ്റും. അപ്പോഴത്തേനും അവർ വേണമെങ്കിൽ വന്ന് ചോദിക്കും. പക്ഷേങ്കിൽ പുള്ളിക്കാരൻ ഓൾറെഡി ഇൻ്റർവെല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലും കൊണ്ടാണ് നിൽക്കുന്നത്. ബില്ലൊക്കെ പുള്ളിക്കാരനെ കാണിച്ചു. അപ്പം ചെക്ക് ചെയ്തു, എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം പുള്ളിക്കാരന് അകത്തേക്ക് എവിടെയാണ് വണ്ടി ഇട്ടിട്ടുള്ളത്, അപ്പം ഏത് വണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നതെന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ എവിടെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ മതി എന്നൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ പതുക്കെ നമ്മളുടെ ബെഡ് ക്യാരി ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഗോഡൗൺ, മെഗാ മൊബൈലിൻ്റെ ഗോഡൗൺ ഇതാണ് കേട്ടോ. അങ്ങനെ പപ്പയും ഷാനും കൂടെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇത് കൊണ്ടുവന്ന് അവിടെ വരെ തന്നുള്ളൂ, ബാക്കി നിങ്ങൾ തന്നെ കൊണ്ടുപോകണം, പുള്ളിക്കാരൻ ബിസിയാണ്, അടുത്ത കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മളുടെ കയ്യിൽ തന്നു വിട്ടു. ഷാനാണെങ്കിൽ ഇതിന് വലിയ ഐഡിയ ഇല്ല, പക്ഷേ ഇതിങ്ങനെ നീക്കിക്കൊണ്ട് പോകുന്ന ഒരു ഇതാണ് നമ്മളുടെ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നീക്കുന്ന ഒരു തരം മിഷനാണ് ഇവിടുത്തെ. ഇവിടെ അങ്ങനെ ചുമട്ടു തൊഴിലാളികളൊന്നുമില്ല, നമ്മൾ തന്നെ എല്ലാം നീക്കിക്കൊണ്ട് പോകണം. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് അവർ കൂടുതലും നീക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതാണ് സംഭവം. അങ്ങനെ നമ്മൾ പതുക്കെ ഷാൻ വണ്ടി ഇങ്ങോട്ട് നീക്കിയിടാൻ വേണ്ടിയിട്ട് വരുവാണ്. അങ്ങനെ വണ്ടി നീക്കിയിട്ടിട്ട് നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് ബെഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ബെഡ് എടുത്ത് വെക്കാം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജർമ്മനിയിൽ വന്നതിന് ശേഷം നമ്മൾ കാർപ്പൻ്റർ ആവും, പിന്നെ നമ്മൾ തന്നെ പെയിൻറ്റിങ് പരിപാടി, നമ്മൾ തന്നെ ചുമട്ട് തൊഴിലാളി, നമ്മൾ തന്നെ ഡ്രൈവർ, നമ്മൾ കൈ വെക്കാത്ത ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊരു കൺട്രി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ വെക്കാത്ത മേഖല ഒന്നും ഉണ്ടാവില്ല. അപ്പം അപ്പനും മോനും കൂടെ പതുക്കെ ബെഡ് ഇങ്ങനെ പൊട്ടിച്ച് വേണം വെക്കാൻ, കാരണം ഇതെല്ലാം കൂടെ എൻ്റെ അകത്ത് ഇങ്ങനെ കയറില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ നമ്മളുടെ മാട്രസ്സാണ് പൊട്ടിച്ചെടുക്കുന്നത്. അതിന് ശേഷം മാട്രസിന് തന്നെ ശരിക്കും നല്ല വെയിറ്റ് ഉണ്ട്, മാട്രസിനാണ് ശരിക്കും വെയിറ്റ് ഉള്ളത്. അപ്പം മാട്രസാണ് ഇവർ ആദ്യമായിട്ട് കയറ്റാൻ പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അത് പൊക്കി കയറ്റുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് ഒന്നും ഇവിടെ കിട്ടില്ല. നമ്മൾ
നിങ്ങൾ സാധനം വാങ്ങിച്ചോ, ഓക്കെ, നമ്മൾ പൈസ തന്നിട്ട് നിങ്ങൾ തന്നെ സാധനം എടുത്തുകൊണ്ട് പോകണം. നമ്മുടെ അവിടുത്തെ പോലെ കസ്റ്റമർ കെയറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. കസ്റ്റമർ കെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് വേണം ചുരുക്കത്തിൽ നമ്മൾ ജർമ്മനിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ജസ്റ്റ് എന്താണ് പൈസ കൊടുത്തു കഴിഞ്ഞു, അത് അവരുടെ കാര്യമല്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോണ്ട് പോകും, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്കുള്ളത്. ഓൾറെഡി ഞങ്ങൾ മേളിൽ ചോദിച്ചായിരുന്നു അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പം അവിടെ നിൽക്കുന്ന ആ ഒരു പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞത്, സെയിൽസ്മാൻ നമ്മളോട് പറഞ്ഞത്, അവിടെ നിൽക്കുന്നവന്മാരുടെ കുണം പോലെ ഇരിക്കും, അവന്മാർ ചിലപ്പം ഹെൽപ്പ് ചെയ്യും, ചിലപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും, ഡോറിൻ്റെ അവിടെ വരെ കൊണ്ടു തരുള്ളൂ. സൂക്ഷം പോലെ നമുക്ക് ഡോറിൻ്റെ അവിടെ വരെ ഒരുത്തം കൊണ്ടു തന്നിട്ടുള്ളൂ. അപ്പം നമ്മളാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കുന്നത്. പക്ഷെ നമുക്ക് ഓക്കെയാണ്. നമ്മൾ ഇതുമായിട്ട് ഇപ്പോൾ എത്രയോ വർഷമായി ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആയി. പക്ഷെ പപ്പയ്ക്കൊക്കെ പപ്പ ഇങ്ങനെ കുറേ നേരമായിട്ട് പറയുന്നുണ്ട്, അയ്യോ നാട്ടിൽ വല്ലതും ആണെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, ഈ ബെഡ് ഇവിടെ എങ്ങാനും അങ്ങ് വെച്ചിട്ട് പോകും, നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചേനേന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാണ് പപ്പ ഇത് എടുത്തു വെക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ലൈഫ്. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നും വാവ് ഇവിടെ എന്തൊരു സുഖമാണ് എന്നൊക്കെ തോന്നും. പക്ഷേ റിയാലിറ്റി ഇതാണ് ഗൈസ്. ഇതാണ് നമ്മൾ ചുമട്ട് തൊഴിലാളികളാവും, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു ലൈഫാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പുള്ളിക്കാരനാണ് നമുക്ക് തന്നു വിട്ടത്. അപ്പം പുള്ളിക്കാരൻ വേറൊരു കസ്റ്റമറിൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഞാൻ ബിസി ആണെന്നൊക്കെയാണ് പറഞ്ഞാണ് നമ്മുടെ കയ്യിൽ സാധനം തന്നു വിട്ടത്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർക്ക് മീൻസ് എന്താ, മേ ബി നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരായതുകൊണ്ടാവാം ഇങ്ങനെ പുള്ളിക്കാരൻ പെരുമാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. റേസിസം ആണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. പക്ഷെ കൂളായിട്ടാണ് പറഞ്ഞത്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, അവിടെ ഓൾറെഡി കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ, ഞാൻ ഇവിടെ വരെ തരാം, നിങ്ങൾ തന്നെ ബാക്കി കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. അപ്പോൾ എന്താണ് നമ്മളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെഡിൻ്റെ എല്ലാ സാധനവും എടുത്ത് നമ്മൾ പുറത്ത് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ വണ്ടി നമ്മൾ റിട്ടേൺ കൊണ്ട് കൊടുക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ 1 മണിക്കൂറിന് €9.45 ആണ്. ഇപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ സംതിങ് ആയി. നമ്മുടെ ബാങ്കിൽ നിന്നാണ്, ഈ ആപ്പ് വഴി നമ്മളുടെ ബാങ്കിൽ നിന്നാണ് കേട്ടോ പൈസയൊക്കെ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ചു കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ പപ്പ ഇല്ലായിരുന്നെങ്കിൽ ഈ ഷാനും വേറെ ആരും കൂടെ ആയിരിക്കും ഈ ബെഡൊക്കെ പിടിക്കാന്ന്. നിങ്ങൾ ഒട്ടും ഡൗട്ട് വിചാരിക്കേണ്ട. പപ്പ ഇല്ലെങ്കിൽ ഷാനും ഞാനും കൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക. ഞാൻ അങ്ങനെയാണ്. നമ്മൾ വേറെ പുറത്തുനിന്ന് ആരെയും ഹെൽപ്പിന് ഞാൻ വിളിക്കാറില്ല പൊതുവെ. ഷാൻ്റെ കൂടെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ സംഭവങ്ങളും നമ്മൾ തന്നെയാണ് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ. അതിപ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ പോലും ഞാൻ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളുടെ ലൈഫ് അങ്ങനെ ഒരു ഫ്ലോയിലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് പൊക്കുന്നു. അതിപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററിൻ്റെ പാലാണ്. അപ്പം ഒരു കവറിൻ്റെ അകത്ത് 12 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ നമ്മൾ പ്രഗ്നൻ്റ് അല്ലേ, ഇന്ത്യയിൽ അങ്ങനെയല്ലേ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പോകുമ്പം അയ്യോ എന്നാൽ ഞാൻ അവിടോട്ട് എടുത്ത് വെച്ച് സഹായിക്കാം എന്നൊക്കെ പറയുമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ ഒന്നും ആരും ഹെൽപ്പ് ചെയ്യത്തില്ല, നമ്മൾ തന്നെ വേണം ഇത് പിടിക്കാൻ. അപ്പം നമ്മളുടെ അൺലോഡിങ് ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ തൂത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വണ്ടിയൊക്കെ ഇങ്ങനെ തൂക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് വാവ്, ഞാൻ ഒരു വീക്കഡ് വിച്ചാണ്. അപ്പം ഞാൻ കുറച്ച് നേരം വീക്കഡ് വിച്ചിൻ്റെ കൂട്ടൊക്കെ ക്യാമറയിൽ 2 ഷോ ഒക്കെ കാണിച്ചു ഗൈസ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വണ്ടിയൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ബെഡിൻ്റെ പാക്കറ്റ് മൊത്തത്തിൽ ഇരിക്കാൻ പോകുന്നത് കണ്ടോ. ഇനി ഇത് വേണം നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മോളുണ്ട്, അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് ഞാനും മോനും, അവനാണെങ്കിൽ ഒരു ക്ലാസ് ഉണ്ട്, അപ്പം ഞാനും മോനും കൂടി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അതിന് മുമ്പേ ഞാൻ മോളെയൊക്കെ പിടിച്ച് മാറ്റി വെക്കണമെന്നൊക്കെ ഇങ്ങനെ തലമുടിയൊക്കെ ചീയിട്ട് പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് മാനുവലൊക്കെ നോക്കി വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ എക്സൈറ്റഡ് ആണ്. വാവ്, ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ ബെഡൊക്കെ സെറ്റായി ഇങ്ങനെ
സൂപ്പറായിട്ടിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനും മോനും പോയെന്നാണ് തോന്നുന്നത്. അതിന് ശേഷം അമ്മച്ചി വന്നാണ് കൊച്ചുമോളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞല്ലേ, അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റേഷനാണ്, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അങ്ങനെ അമ്മായിപ്പനും മോനും കൂടെ പരിപാടി തുടങ്ങി കേട്ടോ. പക്ഷേങ്കിൽ നിങ്ങൾക്കൊരു സത്യസന്ധമായ കാര്യം അറിയാമെങ്കിൽ ഇവർ 2 മണിക്കൂർ ഈ ബെഡും കൊണ്ട് ഞാനവിടെ വന്ന് ഞങ്ങൾ പോകുന്നതേ ഉള്ളൂ, ഞാനവിടെ വന്ന് ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇവർ 2 മണിക്കൂർ ഞാൻ വരുന്നിടം വരെ ഇവർ ഈ ബെഡും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മാനുവൽ നോക്കിയിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഹെഡ് എൻഡ് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്നും, അങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്ന ഹെഡ് എൻഡ്. അപ്പോൾ അതെങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്യണമെന്ന് ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഏകദേശം ഞാൻ വരാറായി കഴിഞ്ഞപ്പം ഷാന് അതിൻ്റെ ഒരു ഐഡിയ കിട്ടി. അതിങ്ങനെ സിബ് തുറന്ന് അതിൻ്റെ അകത്ത് വേണം സ്ക്രൂ ചെയ്ത് ഇടാൻ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പം നോക്കടാ, അത് ബെഡൊന്നും ഇതായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സീനാണ്. അപ്പം ഇവരെ ഏൽപ്പിച്ചിട്ട് സത്യം പറഞ്ഞു ഈ ഷാനും പപ്പയും ഈ മാനുവൽ നോക്കി ഞാനാണ് കുറച്ചുകൂടെ ഈ മാനുവലൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കുറച്ചും കൂടെ പറ്റും പെട്ടെന്ന്. അപ്പം ഇവർക്ക് 2 പേർക്കും അത് നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ അവർ എങ്ങനെയൊക്കെയോ ഞാൻ വരുന്നതിന് മുമ്പേ ആ ഒരു ഹെഡ് എൻഡ് മാത്രം കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ വന്നതാണ് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മേളത്തെ പോർഷനും താഴത്തെ പോർഷനും ഇവർ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് അവർക്ക് ഐഡിയ കിട്ടിയത്. മാനുവൽ നോക്കി കുറച്ച് നേരം ഇരുന്നു, 2 മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് അവർക്ക് ആ ഐഡിയ കിട്ടിയത്. ഞാൻ വന്നതിന് ശേഷം എല്ലാം പെട്ടെന്നായിരുന്നു, ബാക്കി എല്ലാ ബെഡിൻ്റെ കാര്യങ്ങളും ശരിയായി. അങ്ങനെ നമ്മൾ പതുക്കെ ഇത്രയും നമുക്ക് അതിന് സ്റ്റോറേജ് സ്പേസ് കിട്ടും. അപ്പം അതിൻ്റെ അകത്തൊരാൾ കയറിയിരുന്നാലൊന്നും പ്രശ്നമില്ല. ഇങ്ങനെയാണ്. അപ്പം 2 ബെഡായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം 2 ബെഡായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ 2 ബെഡും കൂടെ ചേർത്തിട്ട് സ്ക്രൂ ചെയ്യണം. അതുപോലെ തന്നെ ആ ഹെഡ് എൻഡിൻ്റെ അവിടോട്ടും ഈ ബെഡിങ്ങനെ പിടിച്ച് ഒരു ലോക്കിൽ ഇടുകയും വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ ബെഡ് എല്ലാം കൂടെ ജോയിൻ ആയിരിക്കുള്ളൂ. അപ്പം നമ്മളുടെ ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റ് എല്ലാം കൂടെ മോളുടെ ബെഡിലാണ് എല്ലാം കൂടെ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ഒരു മെസ്സായിട്ട് നിങ്ങൾക്ക് തോന്നും. സോറി, എന്നോട് ക്ഷമിക്കാം. അപ്പം നമ്മളിങ്ങനെ ബെഡിൻ്റെ സ്പേസിൻ്റെ അകത്ത് അമ്മച്ചിയൊക്കെ ഇങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് പരിപാടി, ഇതെങ്ങനെയാണ് താക്കുക, ഇതെങ്ങനെയാണ് പൊക്കുക. മോളും വരുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഒരു ഒരു ഫൺ ടൈമല്ലേ, ഇതൊക്കെയല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഇപ്പം നമ്മളുടെ പപ്പയും മമ്മിയും ഒക്കെ പണ്ട് ഇങ്ങനെ ഇപ്പം ഒരു സൈക്കിൾ വാങ്ങിച്ചു, അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പോയി നോക്കുമല്ലോ. അങ്ങനെ ഞാൻ 2 ബെഡും കൂടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടുത്തെ സ്ക്രൂവിൻ്റെ അവിടെ നമ്മൾ ഈ വെൽവെറ്റിൻ്റെ അകത്തൂടെ വേണം കുത്തി ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം ഈ സ്ക്രൂ മുറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് ഫീൽ ചെയ്ത് നോക്കിയിട്ട് വേണം ഇവിടെയാണ് ആ സ്ക്രൂവിൻ്റെ ഹോളെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ അതുവഴി ഒരു സ്ക്രൂ ഡ്രൈവ് ഇട്ട് നമ്മളൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് വേണം ഇത് നമ്മൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോള് കയറുന്നു ഇറങ്ങുന്നു. ഞാൻ ഓൾറെഡി ഈ സ്റ്റോറേജിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ കാണുന്നത്. ഇത്രയും പണിയുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം കാർപ്പൻറ്റേഴ്സോ നമുക്കിങ്ങനെ ഐഡിയ ഉള്ളവരോ ഒന്നുമല്ല. ഈ ഒരു മാനുവൽ നോക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ നമുക്ക് ഇതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ജർമ്മനി വന്നിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ഐഡിയ ആയിക്കോളും. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്ത് ഓക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് പൊതുവെ അങ്ങനെ വരും. നമുക്ക് ആദ്യമേ ഇവിടെ വന്നപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇതുമായിട്ട് യൂസ് ടു ആയി, വേറെ രക്ഷയില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരും. പക്ഷെ നന്നായിട്ട് കൈയൊക്കെ വേദന എടുക്കും. പിന്നെ ചിലപ്പം നമ്മൾ മെഷീൻ ഇട്ട് പിടിക്കും, ചിലപ്പം നമ്മൾ അല്ലാണ്ട് കൈയൊക്കെ ഇട്ട് തിരിച്ചു നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ മെഷീൻ ഇട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് മെഷീൻ ഇങ്ങനെ തട്ടുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ വെച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അപ്പം മോള് ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് മാറത്തേ ഇല്ല. നമ്മളെന്താണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ കൂടെ ചെയ്യാനൊക്കെ ഇങ്ങനെ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മോനെ സംബന്ധിച്ച് അവൻ ക്ലാസ് കഴിഞ്ഞു വന്നു, അങ്ങനെ അവൻ്റെ ആയിട്ടുള്ള പരിപാടി. അങ്ങനെ ഷാന് 2 അടിയൊക്കെ ഇങ്ങനെ കൊടുത്ത് വിളിക്കുകയാണ്. എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ 2 അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും അതും കുറച്ച് നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ
ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അടുത്ത സ്ക്രൂ എടുക്കുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ബെഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു മൊത്തം സ്റ്റോറേജിൻ്റെ വ്യൂ. ഇതാണ് ഇപ്പം ബെഡിൻ്റെ ഒരു വ്യൂ. എന്താണ് അപ്പോൾ ഇത്രയും നമുക്ക് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മളുടെ വിൻ്റർ ബ്ലാങ്കറ്റ്സ് ഇത്രയും, ഞങ്ങളിപ്പം 4 പേരുണ്ട്, 4 പേരുടെയും വിൻ്റർ ബ്ലാങ്കറ്റ്സ് ഉണ്ട്. അത് ഏകദേശം ചിലത് വലിയ ബ്ലാങ്കറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ബ്ലാങ്കറ്റ്സ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിലും സമ്മറിലെ ബെഡ്ഷീറ്റ് ആണെങ്കിലും ഒരുപാടുണ്ടാവും. അതും നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളുടെ കബോർഡിൻ്റെ അകത്ത് നമുക്ക് തുണിയും ഇതും എല്ലാം കൂടെ വെക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിളരം കൂടി ഒരു ബെഡ് വേണമെന്ന്. അപ്പം മോളുടെ ഹൈറ്റിന് മേളിലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ്. അപ്പം നമ്മൾ ബെഡെല്ലാം സെറ്റ് ചെയ്തു, നമ്മൾ കിടന്ന് നോക്കുന്നു, ഇരുന്ന് നോക്കുന്നു, പിള്ളേരെ വെച്ച് നോക്കുന്നു. പിന്നെ ഒരു പ്രശ്നമുള്ളൂ, മോളെ ഇങ്ങനെ കിടത്തിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളിനി ഉറക്കത്തിൽ താഴോട്ട് ഇറങ്ങുമെന്നൊരു പേടിയുണ്ട്. അപ്പം നമ്മൾ പില്ലോ ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ചില സമയത്ത് അവൾ അവളുടെ ബെഡിലാണ് കിടന്നുറങ്ങുന്നത്, ചില സമയത്ത് ഞാൻ എടുത്ത് എൻ്റെ ബെഡിൽ വെക്കും. അപ്പം എന്താണ് പാലും ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബെഡിൽ തന്നെ വെക്കും. അപ്പം ഇതായിരുന്നു എൻ്റെ എന്താണ് ബെഡിൻ്റെയൊക്കെ ഒരു ഫൈനൽ ലുക്ക്. ഇതാണ് നൈറ്റ് ലുക്ക്. നമുക്ക് താഴെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങളുടെ ബെഡും? അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്കും കമൻറ്റും ഒക്കെ തരണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ സൂണായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.